ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ നിന്ന് ഒരു രാജകുമാരൻ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. പ്രിൻസ് ആൻഡ്രൂ. രാജകൊട്ടാരത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ച് ജീവിച്ച രാജകുമാരന് ഇനി രാജാവിന്റെ വാർഷിക അലവൻസ് പോലും ലഭിക്കില്ല. കൊട്ടാരവുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല. ഒരു കാലത്ത് ബ്രിട്ടീഷ് ജനത ആവേശത്തോടെ പറഞ്ഞിരുന്ന പേരാണ് പ്രിൻസ് ആൻഡ്രൂ. 4 പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ ആ പേര് പറയാൻ ബ്രിട്ടീഷ് ജനത മാത്രമല്ല, രാജകുടുംബം പോലും മടിക്കുന്നു. ഇങ്ങനെ ഒരു ദുർവിധിയിലേക്ക് ആൻഡ്രൂ രാജകുമാരൻ എത്തിയതെങ്ങനെ? സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗികാവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റം ചുമത്തപ്പെട്ട ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധമാണ് പ്രിൻസ് ആൻഡ്രൂവിനെ സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയത്. 1982 ഫോക്ലാൻഡ്സ് യുദ്ധത്തിൽ പോരാടി ജയിച്ച ബ്രിട്ടീഷ് നാവികസേനയിലെ വീരനായ നാവികസേനാ പൈലറ്റായിരുന്നു എലിസബത്ത് രാജ്ഞിയുടെ 3ാമത്തെ മകനായ പ്രിൻസ് ആൻഡ്രൂ. അന്ന് യുവജനതയുടെ ഹരമായിരുന്ന പ്രിൻസ് ആൻഡ്രൂ പക്ഷേ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് എന്നും തലവേദനയായിരുന്നു. ചാൾസ് 3ാമന് ശേഷം ബ്രിട്ടീഷ് രാജസിംഹാസനത്തിന്റെ അവകാശിയായി ഒരിക്കൽ കരുതപ്പെട്ടിരുന്ന രാജകുമാരനായിരുന്നു ആൻഡ്രൂ. നിലവിലെ രാജാവായ ചാൾസ് 3ാമന് മക്കൾ പിറന്നതോടെയാണ് ആൻഡ്രൂവിന്റെ രാജപദവിക്ക് മങ്ങൽ സംഭവിച്ചത്. അത്യാഡംബര ജീവിതശൈലി, ശിശുലൈംഗിക കുറ്റവാളി എപ്സ്റ്റീനുമായുള്ള ബന്ധം, നിരന്തരം ഉടലെടുത്ത ലൈംഗികാരോപണങ്ങൾ, അങ്ങനെ രാജകുടുംബത്തിന്റെ പ്രൗഢിക്ക് കളങ്കമായിരുന്നു ആൻഡ്രൂ. ആൻഡ്രൂ എന്ന വിഷം രാജവാഴ്ചയ്ക്ക് തന്നെ വിപത്താകുമെന്ന് നേരത്തെ വിലയിരുത്തലുകൾ ഉയർന്നിരുന്നു. പ്രിൻസ് ആൻഡ്രൂവിന്റെ എല്ലാ രാജകീയ പദവികളും സ്ഥാനപ്പേരുകളും നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ അദ്ദേഹം പ്രിൻസ് ഓഫ് യോർക്ക് അല്ല, ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ എന്ന പേരിലാകും അറിയപ്പെടുകയെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു. ചാൾസ് രാജാവ് തന്നെയാണ് ഈ ഔപചാരിക നടപടികൾക്ക് തുടക്കമിട്ടത്. വിൻസറിലെ ഔദ്യോഗിക വസതിയായ റോയൽ ലോഡ്ജിലെ ആൻഡ്രൂവിന്റെ പാട്ടം റദ്ദാക്കാൻ കൊട്ടാരം ഔദ്യോഗികമായി നോട്ടീസ് നൽകി. ഇതോടെ അദ്ദേഹം ഈ വസതി ഒഴിഞ്ഞു പോവുകയും മറ്റൊരു സ്വകാര്യ താമസ സ്ഥലത്തേക്ക് മാറുകയും ചെയ്യും. ആൻഡ്രൂവിന്റെ മുൻ ഭാര്യ സാറ ഫെർഗൂസനും റോയൽ ലോഡ്ജിൽ നിന്ന് മാറും. എങ്കിലും ജോർജ് 5ാമിന്റെ നിയമപ്രകാരം ആൻഡ്രൂവിന്റെ പെൺമക്കളായ പ്രിൻസസ് ബിയാട്രിസിനും യൂജനിക്കും തങ്ങളുടെ രാജകീയ പദവികൾ നിലനിർത്താനാകും. ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് ഒരു ശക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ നടപടിയെന്ന് ബ്രിട്ടീഷ് നേതാക്കൾ വിലയിരുത്തി. എല്ലാത്തരം അതിക്രമങ്ങളുടെയും ഇരകൾക്കും അതിജീവിച്ചവർക്കും ഒപ്പമാണ് തങ്ങളെന്നും അവരുടെ ദുരിതത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും രാജകുടുംബവും വ്യക്തമാക്കി. 2011 എപ്സ്റ്റീനുമായുള്ള ബന്ധം പരസ്യമായതോടെയാണ് ആൻഡ്രൂവിനെ ചുറ്റിയുള്ള ഏറ്റവും ഗുരുതരമായ വിവാദങ്ങൾ തുടങ്ങുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ച കേസിൽ എപ്സ്റ്റീനെ 18 മാസത്തെ തടവിലായിട്ടും ആൻഡ്രൂ എപ്സ്റ്റീനുമായുള്ള ബന്ധം തുടരുകയാണ് ചെയ്തത്. ഇതോടെ ജനരോക്ഷം അദ്ദേഹത്തിനെതിരായി. എപ്സ്റ്റീൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആൻഡ്രൂവിനെ രാജകീയ ചുമതലകളിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ എലിസബത്ത് രാജ്ഞി നിർബന്ധിതയായിരുന്നു. രാജകീയ ചുമതലകളിൽ നിന്ന് പിന്മാറിയെങ്കിലും വിവാദം ശമിച്ചില്ല. 2021 ഓഗസ്റ്റിൽ എപ്സ്റ്റീന്റെ ഇരകളിലൊരാളായ വിർജീനിയ ജിയൂഫ്രെ പ്രായപൂർത്തിയാകാത്ത തന്നോട് രാജകുമാരൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് അവകാശപ്പെട്ട് ആൻഡ്രൂവിനെതിരെ ലൈംഗികാതിക്രമത്തിന് കേസെടുത്തു. ആരോപണങ്ങൾ ആൻഡ്രൂ നിഷേധിച്ചെങ്കിലും കേസ് വന്നതോടെ സൈനിക സ്ഥാനങ്ങളിൽ നിന്നും രാജകീയ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. 2022 ഫെബ്രുവരിയിൽ കോടതിക്ക് പുറത്ത് ലൈംഗികാതിക്രമ കേസ് തീർപ്പാക്കി. നഷ്ടപരിഹാരമായി വിർജീനിയയ്ക്ക് 6 മില്യണും 16 മില്യണും ഇടയിൽ ഡോളർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒത്തുതീർപ്പിന്റെ ഭാഗമായി ആൻഡ്രൂ ഇരകളുടെ അവകാശ ചാരിറ്റിയിലേക്കും വലിയ തുക സംഭാവന നൽകിയിരുന്നതായും പറയുന്നു. പക്ഷേ രാജകുടുംബത്തിനേറ്റ കളങ്കം അതുകൊണ്ടും അവസാനിച്ചില്ല. അടുത്ത കാലത്തായി പുറത്തുവന്ന സ്കൂപ്പ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ 2019 BBC അഭിമുഖം ഉൾപ്പെട്ടിരുന്നു. സ്വയം വെള്ളപൂശാൻ ആൻഡ്രൂ ആ അഭിമുഖത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഏറെ വിമർശിക്കപ്പെട്ടു. അത്യാഡംബര ജീവിതശൈലി ഉപേക്ഷിക്കാനുള്ള ചാൾസ് രാജാവിന്റെ നിർദ്ദേശവും ആൻഡ്രൂ ചെവിക്കൊണ്ടില്ല. ആഡംബരമായ രാജകൊട്ടാരത്തിൽ നിന്ന് വിൻസർ കാസിലിന്റെ സുരക്ഷാ പരിധിയിലുള്ള ഒരു ചെറിയ കോട്ടേജിലേക്ക് താമസം മാറ്റണമെന്നായിരുന്നു രാജാവിന്റെ നിർദ്ദേശം. സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങളെ ധിക്കരിച്ച ആൻഡ്രൂ 30 മുറികളുള്ള തന്റെ ആഡംബര ഭവനത്തിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത്. ഇതും അദ്ദേഹത്തിനെതിരായ നടപടികൾക്ക് ആക്കം കൂട്ടി. പീഡനം ജന്മാവകാശമെന്ന് കരുതിയ രാജകുമാരന്റെ പതനത്തിൽ ലോകത്തിന് സഹാനുഭൂതിയില്ല. ആധുനിക കാലത്ത് രാജവാഴ്ചയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി ആൻഡ്രൂവിന്റെ വീഴ്ചയെ ലോകം വിലയിരുത്തുന്നു.